കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് ഏറ്റവും അധികം പഴികേട്ട വകുപ്പുകളിലൊന്ന് ആരോഗ്യമായിരുന്നു. അങ്ങേയറ്റം കുത്തഴിഞ്ഞ ഒന്നായി ആരോഗ്യവകുപ്പ് മാറിയ കാഴ്ചയാണ് കേരളം കണ്ടത്. അതിന്റെ ബാക്കി പത്രമായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരോഗ്യമന്ത്രിയായിരുന്ന വീണ ജോർജ് നേരിട്ട വമ്പൻ തോൽവി. UDF സർക്കാരിൽ ആരോഗ്യവകുപ്പിന്റെ ചുമതല നൽകിയത് കെ മുരളീധരനാണ്. മന്ത്രിസ്ഥാനം ഏറ്റതു മുതൽ വളരെ മികച്ച അഭിപ്രായമാണ് ആരോഗ്യവകുപ്പിനെ കുറിച്ച് കേൾക്കുന്നത്. വകുപ്പിൽ കാര്യമായ ശുദ്ധികലശം നടത്തി മുന്നോട്ട് പോവുകയാണ് മന്ത്രി. കായകൽപ്പം എന്ന പേരിൽ കോഴിക്കോട് നടത്തിയ അദാലത്ത് ഏറെ ജനശ്രദ്ധ നേടി. അതിൽ നിർണായകമായ പല പ്രഖ്യാപനങ്ങളും നടത്തി. നിലവിലെ ആരോഗ്യ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതിനാണ് മുൻഗണന നൽകുന്നത്. എന്നാൽ തുടക്കം മുതൽ വലിയ വെല്ലുവിളികളും ആരോഗ്യവകുപ്പ് നേരിടുന്നുണ്ട്. അത് ഷിഗല്ല വ്യാപനവും ഏറെക്കാലത്തിന് ശേഷം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന നിപ ബാധയുമാണ്. ഇവയെ പ്രതിരോധിക്കാനുള്ള നടപടികൾ ആരോഗ്യവകുപ്പ് ഊർജിതമാക്കി മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു മന്ത്രി എന്ന നിലയിൽ സ്വീകരിക്കേണ്ട എല്ലാ നടപടികളും മുരളീധരൻ ചെയ്യുന്നുണ്ട്. ആരോഗ്യമേഖലയെ നവീകരിക്കുന്നതിനൊപ്പം സർക്കാർ നയങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ പറപ്പിച്ചും മന്ത്രി നിലപാട് വ്യക്തമാക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ സുപ്രധാനമായ ഒരു സ്ഥലം മാറ്റം ആരോഗ്യവകുപ്പിൽ നടത്തി. അത് ആരോഗ്യവകുപ്പ് ഡയറക്ടറുടേതാണ്. ഡയറക്ടർ സ്ഥാനത്ത് നിന്നും ഡോക്ടർ റീനയെ മാറ്റി അഡീഷണൽ ഡയറക്ടറായിരുന്ന ഡോക്ടർ മീനാക്ഷിക്ക് ചുമതല നൽകി. എറണാകുളം റീജിയണൽ ലബോറട്ടറി ഡയറക്ടറായാണ് റീനയെ മാറ്റി നിയമിച്ചിരിക്കുന്നത്. 15 ദിവസത്തെ അവധിക്ക് അപേക്ഷിച്ചതിനെ തുടർന്നാണ് റീനയെ മാറ്റിയതെന്ന വാർത്തകൾ വന്നു. ഇതിൽ തനിക്കുള്ള അതൃപ്തി റീന പരസ്യമാക്കി. എന്നാൽ സ്ഥലം മാറ്റിയത് അവധിക്ക് അപേക്ഷിച്ചത് കൊണ്ടല്ലെന്ന് മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. മാറ്റാനുള്ള കാരണവും മന്ത്രി തുറന്നു പറയുന്നുണ്ട്. ആരോഗ്യവകുപ്പ് ഡയറക്ടർ എന്ന നിലയിൽ റീന 3 വർഷ കാലാവധി പൂർത്തിയാക്കി. ഒന്നുകിൽ കാലാവധി നീട്ടി നൽകാം, അല്ലെങ്കിൽ തുടർ നടപടി സ്വീകരിക്കാമെന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറി നിർദ്ദേശം നൽകിയിരുന്നു. കൂടാതെ സർക്കാരുമായി ആലോചിക്കാതെയാണ് ഡയറക്ടർ ചില നടപടികൾ കൈക്കൊള്ളുന്നത്. ശബരിമലയിൽ ഡോക്ടർമാരുടെ സേവനം വിട്ടുനൽകില്ലെന്ന് തീരുമാനമെടുത്തു. UDF മന്ത്രിമാർ അധികാരമേറ്റ് 48 മണിക്കൂർ തികയും മുമ്പാണ് സർക്കാരിനോട് പോലും ആലോചിക്കാതെ ഈ തീരുമാനമെടുത്തത്. അത് തെറ്റാണ്. എന്തടിസ്ഥാനത്തിലാണ് ഡോക്ടർമാരെ കൊടുക്കില്ലെന്ന് പറഞ്ഞത്? അത് സർക്കാരിൻ്റെ ചുമതലയാണ്. ഗവൺമെൻറ് തീരുമാനിക്കും മുമ്പ് കത്ത് കൊടുത്തത് ശരിയല്ല. സർക്കാരിൻ്റെ സിസ്റ്റത്തോട് സഹകരിക്കാത്തവരോട് ആ നിലയിലുള്ള നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഒപ്പം നിപയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതിപക്ഷം നടത്തുന്ന വിമർശനങ്ങൾക്കും മന്ത്രി മറുപടി പറയുന്നുണ്ട്. നിപയെ പ്രതിപക്ഷം രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുകയാണെന്നാണ് മന്ത്രിയുടെ പ്രതികരണം. മന്ത്രിയുടെ ആ വാക്കുകൾ കേൾക്കാം. അവര് 3 വർഷം അവരുടെ കാലാവധി 3 വർഷമാണ്. 3 വർഷത്തെ പൂർത്തിയായി. ഇനി ഒന്നുകിൽ എക്സ്റ്റൻഷൻ കൊടുക്കാം, അല്ലെങ്കിൽ തുടർ നടപടികൾ സ്വീകരിക്കാമെന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ DHSന് ചാർജാണ് കൊടുത്തിട്ടുള്ളത്. പുതിയ ആളെ നിയമിച്ചതിൽ ചാർജ് കൊടുത്തു. മാത്രമല്ല അവർ ചില നടപടികൾ ഗവൺമെൻറ്റുമായിട്ട് ആലോചിക്കാതെ ചെയ്തു. ഇപ്പോൾ ശബരിമലയിൽ തന്നെ ഡോക്ടർമാരുടെ സേവനം വിട്ടു നൽകാൻ കഴിയില്ല എന്ന് ഒരു ഗവൺമെൻറ് വന്ന് ആ ഗവൺമെൻറ്റിലെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ചാർജ് എടുത്ത് 48 മണിക്കൂറിന് മുമ്പ് അവരുമായിട്ട് ആലോചിക്കാതെ ഒരു ലെറ്റർ കൊടുത്തു. അത് തെറ്റാണത്. പക്ഷെ മാറ്റിയതിൻ്റെ കാരണം ഈ 3 വർഷം കംപ്ലീറ്റായി. ഞാൻ പറയാം 3 വർഷം അവർ കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞിട്ടുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നോട്ട് കൂടെ ഉണ്ട്. ഇല്ല, ലീവ് എടുത്ത ലീവ് അല്ല, ഇല്ല, ലീവ് ഒരു കുറ്റമല്ല. അല്ല, ഞാൻ പറയുന്നത് അല്ല, അവര് ലീവ് എടുക്കാൻ ഒരു 15 2 ദിവസം എന്നുള്ളതല്ല. ഈ ഒരു കാരണം കൊണ്ടും സർക്കാരിന്റെ ആലോചിക്കാതെ ചില നടപടികൾ സ്വീകരിച്ചത് കൊണ്ടും അവരെ മാറ്റി. ഏതാ? അല്ല, 15 ദിവസത്തെ ലീവിന്റെ ഒക്കെ അതിന്റെ ഒരു കുറ്റമായിട്ടൊന്നും ഗവൺമെന്റ് കാണുന്നില്ല. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, 3 വർഷമായി. പിന്നെ അത് സർക്കാരിന്റെ സിസ്റ്റത്തിനോട് സഹകരിക്കാത്തവരോട് ഞങ്ങൾ ആ രീതിയിലുള്ള നടപടി ഞങ്ങൾ സ്വീകരിക്കും. അത് സംശയമാണ്. ഇത് നടപടിയല്ല, എന്നാൽ ചെയ്തതിനോട് സർക്കാരിന് വിയോജിപ്പുണ്ട്. ഒന്ന്, ഇതുപോലത്തെ കത്തുകൾ കൊടുക്കുമ്പോൾ വകുപ്പ് മന്ത്രിയോ ഗവൺമെൻറ്റോ അറിയണം. എന്തടിസ്ഥാനത്തിലാണ് പറയുക ഡോക്ടർമാരെ കൊടുക്കില്ല എന്ന്? അത് ഗവൺമെൻറ് ചുമതലയല്ലേ? ഭക്തന്മാരുടെ താല്പര്യം നോക്കേണ്ടത് ഗവൺമെൻറ് ചുമതലയല്ലേ? അപ്പോൾ ഗവൺമെൻറ് തീരുമാനിക്കുന്നതിന് മുമ്പ് അങ്ങനെ കത്ത് കൊടുത്തത് ശരിയല്ല. അതുകൊണ്ടാണ് നടപടി സ്വീകരിച്ചത്. നടപടിയെന്നോ എന്ത് വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ഏതായാലും അവരെ ട്രാൻസ്ഫർ ചെയ്തു. റീജിയണൽ ലാബിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തത്. ഇതേ പോസ്റ്റാണ്.